സോ നമ്മൾ ഇന്ന് ഒരു എക്സൽ ഡാഷ്ബോർഡാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെയിൽസ് ഡേറ്റ ആണ് എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഡേറ്റ സെറ്റ് നോക്കുക. നമ്മൾ അതിൽ ഓർഡർ ഐ ഡി ഉണ്ടാവും, ഓർഡർ ഡേറ്റ് ഉണ്ടാവും, കുറെ പ്രൊഡക്ട്സ് ഉണ്ടാവും. ഓരോ പ്രൊഡക്റ്റിനും ഓരോ കാറ്റഗറിയില്ല. ഓട്ടോ ആൻഡ് ആക്സസറീസ് കാർ വരുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ കാറ്റഗറീസ് വരും. ഓക്കെ. പിന്നെ പ്രോഫിറ്റ് ഉണ്ടാവും, എത്ര ക്വാണ്ടിറ്റീസ് സോൾഡ് ആയി എന്നുള്ളത് ഉണ്ടാവും, ഷിപ്പിംഗ് കോസ്റ്റ്, പിന്നെ കസ്റ്റമർ നെയിം, സെഗ്മെന്റ്, ഏത് സ്റ്റേറ്റ്, കൺട്രി, റീജിയൻ, ഏത് മന്ത്. സോ നമുക്ക് ബേസിക്കലി ഇതിൽ എന്തൊക്കെ അനലൈസിസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യാം. ലൈക്ക് നമുക്ക് ഏത് പ്രൊഡക്റ്റിനാണ് സെയിൽസ് കൂടുതൽ എന്നുള്ളത് കണ്ടുപിടിക്കാം. പിന്നെ ഏത് പ്രൊഡക്റ്റ് കാറ്റഗറിക്കാണ് സെയിൽസ് കൂടുതൽ, പ്രോഫിറ്റ് ഏതിലാണ്, പിന്നെ നമുക്ക് ഏത് റീജിയനിലാണ് സെയിൽസ് കൂടുതൽ, ഏത് മന്തിലാണ്, ഏത് സെഗ്മെന്റിലാണ്, പിന്നെ ടോപ്പ് ഒരു പ്ലേസിൽ ടോപ്പ് 10 കസ്റ്റമേഴ്സ് ഏതാണ്. സോ നമുക്ക് ഓഫേഴ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ടോപ്പ് 10 കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ ഓഫേഴ്സ് ഒരു പ്രയോറിറ്റി ലിസ്റ്റിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. സോ അതൊക്കെയാണ് ബേസിക്കലി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഡാഷ്ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഓരോ അനലൈസിസും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ചാർട്ട്സ് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് സെയിൽസും നമുക്ക് പ്രൊഡക്റ്റും സെയിൽസും തമ്മിലുള്ള സെയിൽസ് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ പിവറ്റ് ടേബിൾ എടുക്കാം, ക്രിയേറ്റ് ചെയ്യണം. പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. കാണാത്തവർ പ്രീവിയസ് വീഡിയോ കാണുക. ബേസിക്സ് ഓപ്പറേഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോ സെലക്ട് ചെയ്തു, നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ടേബിൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസേർട്ട് പിവറ്റ് ടേബിൾ എടുത്തു. ഓക്കെ, സോറി, ഇത് തന്നെ സെലക്ട് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് പ്രൊഡക്റ്റ് ഓരോ പ്രൊഡക്റ്റിനെയും കാറ്റഗറി എടുക്കുക, അത് റോസിൽ ഇടുക, സെയിൽസ് സെലക്ട് ചെയ്ത് വാല്യൂസ് ഇടുക. സമോ സെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം ഡോളേഴ്സിലാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചാർട്ട്സ് ഏതാ ചാർട്ട് വേണ്ടതെന്ന് ഇൻസേർട്ട് ചെയ്യാൻ ഡോണറ്റ് ചാർട്ടാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിപ്പോൾ ഇങ്ങനെ നമുക്കൊരു ചാർട്ട് കിട്ടി. അപ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും ലൈക്ക് ഹോൾ സൈസ് കുറയ്ക്കണം, നമുക്ക് കുറച്ചുകൂടെ വലിയ ചാർട്ട് കിട്ടും. ഈ ചാർട്ട് ഡിസൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഡിസൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പല ഡിസൈൻസിലുള്ള ചാർട്ട്സ് നമുക്ക് കാണാൻ പറ്റും. പെർസെൻറ്റേജ്, ഇതിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളത് അത് പെർസെൻറ്റേജ് വൈസ് ഇട്ട് തന്നെ നമുക്ക് കിട്ടി. ഇതിപ്പം എക്സൽ വേർഷൻ 2024 ആണ്. നിങ്ങൾക്ക് ഇതിന് ബാക്കിലുള്ള 2019 ബാക്കിലുള്ള എക്സൽ വേർഷൻസ് ആണ്. ഇത് കാണില്ല. പകരം നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ഡേറ്റ ലേബിൾസ്, അതായത് ഇതിനകത്ത് ആദ്യം തന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഫോമാറ്റ് ഡേറ്റ ലേബിൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതെടുത്തിട്ട് നമ്മൾ ഡേറ്റ ലേബിൾസിന്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ വാല്യൂ വൈസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓക്കെ, ഞാൻ പെർസെൻറ്റേജ് ആയിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമ്മളിതിന് കാറ്റഗറി അണ്ടർസ്കോർ സെയിൽസ് എന്ന പേര് കൊടുത്തു. ഓക്കെ, നമുക്ക് അടുത്ത പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. അത് നമുക്ക് ഇത് നമ്മൾ ഓക്കെ, ഈ പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഹൈഡ് വാല്യൂ ഫീൽഡ് ബട്ടൺ ഓൺ ചാർട്ട് കൊടുക്കുക. നമ്മളിവിടെ എഴുതുക ടോട്ടൽ സെയിൽസ് ബേസ്ഡ് ഓൺ കാറ്റഗറി എന്ന് കൊടുക്കുക. പ്രൊഡക്റ്റ് കാറ്റഗറി. ഓക്കെ, ഇത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ സോളിഡ് ഫില്ല് നമുക്ക് കളർ ഇഷ്ടമുള്ളത് എടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അങ്ങനെ ടെക്സ്റ്റ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. സോ ടെക്സ്റ്റ് കളർ ബ്ലാക്ക് ആക്കി കൊടുത്തു. ഓക്കെ, ഇത് നമുക്ക് പിന്നെ നമുക്കല്ലെങ്കിൽ നമുക്കൊരു വേറൊരു കളർ തീം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പർപ്പിൾ ഗ്രീൻ എന്തെങ്കിലും കളർ തീമാ വേണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളർ തീംസ് ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു കളർ തീം കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് നമുക്ക് എന്തെങ്കിലും
ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ അടുത്തത് പോകുന്നത് ഓൾറെഡി നമ്മൾ പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്തു. പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതായത് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് ആണ്. ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് കാറ്റഗറി ആണ് ചെയ്തത്. നമുക്ക് പ്രൊഡക്ട്സ് നോക്കാം. പ്രൊഡക്ട്സ് എടുത്തു, സെയിൽസ് എടുത്തു. ഓക്കെ, ഇതാണ് ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ്. അപ്പോൾ നമ്മൾ ഇതിനൊരു ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കൊരു കോളം ചാർട്ടോ ബാർ ചാർട്ടോ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഒരു ബാർ ചാർട്ട് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ബാർ ചാർട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് നമുക്കത് ഈ ഡിസ്പ്ലേ യൂണിറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ യൂണിറ്റ്സിന്റെ നമുക്ക് നമ്പേഴ്സ് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റം എടുക്കുക. അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു ഫോർമാറ്റേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പം ഇത് ഡോളറിൽ ഇപ്പോൾ എനിക്ക് 20K അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇതിപ്പോൾ നമുക്ക് റീഡബിൾ അല്ലല്ലോ. അത് കുറച്ചുകൂടെ ചെറിയ ഫോർമാറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫോർമാറ്റ് കസ്റ്റം എടുത്തിട്ട് നമുക്കിവിടെ മോർ അക്കൗണ്ടിങ് ഫോർമാറ്റ് എടുക്കാം. അപ്പോൾ എന്നിട്ട് കസ്റ്റം എടുക്കാം. അപ്പോൾ അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. സോ ഞാനിവിടെ ഹാഷ് കോമ ഹാഷ് കോമ ഹാഷ് 0, K ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു 3 വാല്യൂസിലൊക്കെ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. തൗസൻഡ്സിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമാറ്റാണിത്. സോ ഞാനത് സെലക്ട് ചെയ്ത് അപ്പോഴത്തേനും ഇത് ചേഞ്ച് ആയി. സോ ഇതും നമ്മൾ ചേഞ്ച് ആയി. ഇവിടെ നമ്മൾ ഇത് ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ഓൾ വാല്യൂ ഫീൽഡ് ഹൈഡ് ചെയ്തു, ആക്സസ് ഫീൽഡ് ഹൈഡ് ചെയ്തു. അപ്പം ടോട്ടൽ സെയിൽസ്, ടോട്ടൽ പ്രൊഡക്റ്റ് സെയിൽസ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് പഴയ പോലെ തന്നെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ലൈറ്റ് ഷെയ്ഡിൽ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷനിൽ കൊടുക്കാവുന്നതാണ്. ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഒരു കളറാക്കുവാണെങ്കിൽ അതും കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇത് നമ്മൾ ചാർട്ട് ഓപ്ഷൻസ് ആണ്. ഇപ്പം നമ്മൾ ചാർട്ട് വ്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഓരോ ചാർട്ടും സെലക്ട് ചെയ്യാം. എന്നിട്ട് കളർ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ അപ്പം നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് സെയിൽസ് ആയി. നമ്മൾ അതിനെ റീനെയിം ചെയ്ത് കൊടുക്കുക, പ്രൊഡക്റ്റ് _ സെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വീണ്ടും സെയിൽസ് ഡേറ്റ എടുക്കുക, ഒരു പിവറ്റ് ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സുമായി ടോട്ടൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബെസ്റ്റ് സെയിലിംഗ് പ്രൊഡക്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ്. നിങ്ങൾ താഴത്തേത് ചേഞ്ച് ചെയ്ത് വായിച്ചാക്കുക. കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സിൻ്റെ കിട്ടി. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഇത് നമ്മൾ അടുത്ത ഷീറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ അടുത്തതിൽ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10 കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ മന്ത്ലി ട്രെൻഡ് ചെയ്യാം.
ടോപ്പ് 10 കസ്റ്റമേഴ്സ് ആദ്യം നോക്കാം. കസ്റ്റമർ നെയിം, നമുക്ക് കസ്റ്റമർ നെയിം സെയിൽസ്. ഓക്കെ, ഇതാണ് ടോപ്പ് 10 കസ്റ്റമേഴ്സ്. നമുക്കൊരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം. സോറി, ഡേറ്റ സെലക്ട് ചെയ്ത് കോളം ചാർട്ട് സെലക്ട് ചെയ്ത് നമ്മളിത് സെലക്ട് ചെയ്തു. നമ്മൾ സോറി കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ ഡൗൺ ആരോ നമുക്കൊരു കോളം ചാർട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ കൊടുത്തു. നമ്മളിത് ടോപ്പ് കസ്റ്റമേഴ്സ് നമുക്ക് 10 കസ്റ്റമേഴ്സിനെ മാത്രം വ്യൂ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം അതിനായിട്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്യുക, റോ ലേബൽസ് സെലക്ട് ചെയ്യുക. നമ്മൾ ഫിൽറ്റർ എടുക്കുക, ടോപ്പ് 10 എടുക്കുക. ടോപ്പ് 10 വേണമെങ്കിൽ നമുക്ക് 20 കാണിക്കാം. 20 കസ്റ്റമേഴ്സോ 5 കസ്റ്റമേഴ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കാണിക്കാം, സമ സെയിൽസിനെ ബേസ് ചെയ്തിട്ട്. അപ്പം നമുക്ക് അത് കിട്ടി. അതാണ് നമ്മളിവിടെ ചാർട്ട് ഇൻസേർട്ട് ചെയ്തത്. സോറി, ചാർട്ട് പോയി. ഓക്കെ, നമുക്ക് ചാർട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ടോപ്പ് 10 കസ്റ്റമേഴ്സ്. സോ ഇതാണ് നമ്മുടെ ചാർട്ട്. സോ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യോ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി നമുക്ക് വേണ്ടത് ഗ്രേഡിയൻ അല്ല, ഇനി നമുക്ക് വേണ്ടത് ലൈക്ക് നമുക്ക് ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ലൈക്ക് KPIs ആണ്. അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ അതായത് ടോട്ടൽ സെയിൽസ്, പ്രോഫിറ്റ്, ആവറേജ് ഷിപ്പിംഗ് കോസ്റ്റ്. നമ്മൾ അതായത് ഓരോ റീജിയൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ കീ പെർഫോമൻസ് എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിന് റീനെയിം ചെയ്യുക, KPI എന്ന് റീനെയിം ചെയ്തോളൂ. ഓക്കെ, എന്നിട്ട് ഈ പിവറ്റ് ടേബിളിലേക്ക് നമ്മൾ ജസ്റ്റ് വാല്യൂ ഫീൽഡ്സ് ലൈക്ക് സെയിൽസ്, നമുക്ക് ഓരോ രീതിയിലുള്ള സെയിൽസ് അറിയാം, ക്വാണ്ടിറ്റി എത്ര സെയിൽ ആയെന്ന്. പിന്നെ നമുക്ക് പ്രോഫിറ്റ് എത്രയുണ്ടെന്നുള്ളത്. പിന്നെ നമുക്ക് പ്രോഫിറ്റ്, ഷിപ്പിംഗ് കോസ്റ്റ്, ദെൻ വി വിൽ ഗോ ഫോർ ഓർഡർ ID, എത്ര ക്വാണ്ടിറ്റി പോയെന്നുള്ളത്, അല്ല എത്ര ഓർഡേഴ്സ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, ദെൻ വി വിൽ ഗോ ഫോർ okay quantity we already selected. Okay, average shipping cost. Okay, this all same. Then shipping cost നമുക്ക് average shipping cost അതിന് വാല്യൂ ഫീൽഡ് സെറ്റിംഗ് എടുക്കുക, ആവറേജ് എടുക്കുക, ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഓർഡർ ID കൗണ്ട് ആണ്. ഓക്കെ, ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. ഈ വാല്യൂസ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഷീറ്റ് എടുത്ത് ഓക്കെ നമ്മൾ റിമൈൻ ചെയ്ത് ഡാഷ്ബോർഡ്. ഓക്കെ, നമ്മൾ അങ്ങനെ നമുക്കിത് ഒന്ന് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് എന്തെങ്കിലും ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇതിൽ കൊള്ളുന്ന രീതിയിൽ. ഓക്കെ, നമുക്ക് അതിന് ഇഷ്ടമുള്ള വില്ല് കൊടുക്കാം. നമുക്ക് അതിനകത്ത് ഇ-കൊമേഴ്സ് ക്യാഷ് കോഡ്
ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. കുറച്ച് സൈസ് കുറയ്ക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഓരോന്നും കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓരോ ചാർട്ട് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. സെയിൽസ്, ഓക്കെ, പ്രൊഡക്റ്റ്, അത് വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ചസ് ഇവിടെ തന്നെ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പൊ ഫുള്ള് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് കസ്റ്റമേഴ്സ്, ഓരോന്നും ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ മന്ത്ലി സെയിൽസ് ട്രെൻഡ് ചെയ്തില്ല. അതായത് സെയിൽസ് എങ്ങനെയാണ് മന്ത്ലി ഡിഫർ ചെയ്യുന്ന ഓരോ റീജിയനിലും നോക്കാനുള്ളത്. അതിനുവേണ്ടി ഒരു പീരിയഡ് ടേബിൾ കൂടി ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ഞാൻ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആക്ച്വലി ഏതെങ്കിലും ഒരെണ്ണത്തെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും വേണം ചെയ്യാൻ. ലൈക്ക് അനലൈസിസ്, നമുക്ക് ഷിപ്പിംഗ് ഡേറ്റ്, സെഗ്മെന്റ്, പ്രൊഡക്റ്റ്, ഷിപ്പിംഗ് കോസ്റ്റ്, കസ്റ്റമർ ഐ ഡി. ഓക്കെ, ഗോ ഫോർ സെഗ്മെന്റ്സ് ഏതൊക്കെ സെഗ്മെന്റ് ആണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സെഗ്മെന്റ് സെയിൽസ് കൂടുതലുള്ള സെഗ്മെന്റ് അറിയാൻ വേണ്ടിയിട്ട് സെഗ്മെന്റ് എടുക്കുക, സെയിൽസ് എടുക്കുക, എന്നിട്ട് നമ്മൾ ഒരു ഓക്കെ ആഡ് ഡേറ്റ ലേബൽസ് കൊടുക്കുക. ഡേറ്റ ലേബൽസ് നമുക്ക് ഫോമാറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോമാറ്റ് ഡേറ്റ ലേബൽസ് കൊടുത്തിട്ട് നമുക്ക് നമ്പേഴ്സ് എടുക്കുക, ഇവിടെ കസ്റ്റം കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ###0 ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഫോമാറ്റിൽ കിട്ടും.
ഓക്കെ, സെഗ്മെന്റ് വേഴ്സസ് സെയിൽ ഇത് നമുക്ക് ഓക്കെ now like this. So ഇനി നമ്മുടെ KPIs സോറി KPIs കൊടുക്കാം. നമുക്കത് ടോപ്പിൽ തന്നെ ഓക്കെ. അപ്പോൾ KPIs നമുക്ക് സ്ലൈസേഴ്സ് KPIs ചെയ്തതിന് ശേഷം നമുക്ക് സ്ലൈസേഴ്സ് സെറ്റ് ചെയ്യാം. അപ്പോൾ KPIsന് വേണ്ടിയിട്ട് നമ്മളൊരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഷേപ്പ് KPIs സെലക്ട് ചെയ്തു. ഇനി ഓരോ KPIs സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് നമുക്ക് എത്ര KPIs ഉണ്ടെന്ന് നോക്കുക. KPIs 1 2 3 4 5. അപ്പോൾ 5 എണ്ണം കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ ഇനിയും വാല്യൂസ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ 5 KPIs മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ആയിരിക്കും നമ്മൾ വാല്യൂ ഓരോ KPIക്ക് നമ്മൾ പേര് കൊടുക്കുക. ഇവിടെ നമ്മൾ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മൾക്ക് വേണ്ടത് ടോട്ടൽ സെയിൽസ് ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഈക്വൽ ടു പ്രസ് ചെയ്യുക, KPI എടുക്കുക, ഇവിടെ നിൽക്കുക, ഇവിടെ പ്രസ് ചെയ്യുക, എൻ്റർ അടിക്കുക. സി ദ വാല്യൂ വിൽ ബി കമ്മിങ് ടു. ഓക്കെ, ഇങ്ങനെ ഡിസ്പ്ലേ ആവും. നമുക്കിത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാൻ പറ്റും. ലൈക്ക് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഷേപ്പ് ഇത് നേരത്തെ തന്നെ ചെയ്യാം. ഞാനത് ചെയ്യാൻ മറന്നു ഇതാണ്. ഇതിലേക്ക് ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് എന്താ പറയുക ഷേപ്പ് ഫില്ല് എടുക്കുക, നോ ഫില്ല് കൊടുക്കുക. എന്നിട്ട് ഷേപ്പ് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷേപ്പ് കിട്ടുന്നതാണ്. ഇനി ഇത് ഫുള്ളി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ഓരോന്നായിട്ട് ചെയ്യണ്ട. ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക, ഇതും സെലക്ട് ചെയ്യാം വെളിയിലത്തെ. എന്നിട്ട് നമ്മളത് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ഒരിടത്ത് പ്രസ് ചെയ്തിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോറി ഫുള്ളി ഗ്രൂപ്പ് ആയിട്ടില്ല. നമ്മൾ ഗ്രൂപ്പ് അൺഗ്രൂപ്പ് ഓക്കെ. ഇനി നമ്മൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണേ. എന്നിട്ട് അത് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് ഫുള്ളായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് ലൈക്ക് എന്താ പറയുക നമുക്കത് കോപ്പി ആയിട്ട് വരുന്നതാണ് ഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ഷേപ്സ് ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇത് തന്നെ കോപ്പി ചെയ്യും. ഓക്കെ, അപ്പം അടുത്തത് ടോട്ടൽ പ്രോഫിറ്റ്. നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റ് സെയിൽസ്. ഓക്കെ, അടുത്തത് ആവറേജ് ഷിപ്പിംഗ് കോസ്റ്റ്. ഓക്കെ,
Okay. Next, quantity. Next, quantity. Last ആയിട്ടുള്ളത് number of orders ആണ്. Okay. So shipping cost. Quantity, orders. ഓക്കെ, നമ്മൾക്ക് ഷിപ്പിംഗ് കോസ്റ്റ് റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സ്ലൈസസ് ആണ്. ഏതെങ്കിലും വന്നിട്ട് പ്രസ് ചെയ്യുക, നമ്മൾ ഇൻസേർട്ട് കൊടുക്കുക, സ്ലൈസർ കൊടുക്കുക. നമ്മൾ ആദ്യം റീജിയനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ആ റീജിയനെ ബേസ് ചെയ്ത് സെലക്ട് ചെയ്തു, സ്ലൈസർ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ സ്ലൈസറിന്റെ ഓക്കെ സ്ലൈസറിൽ പോവുക, സ്ലൈസറിന്റെ സെറ്റിംഗ്സ് എടുക്കുക, നമ്മൾ റീജിയൻ സെലക്റ്റഡ് ആണെന്നുള്ളത് നോക്കുക. ഓക്കെ, നമ്മളിതിൽ സ്ലൈസർ സെലക്ട് ചെയ്തതെന്ന് ആക്ച്വലി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നോക്കുക. ലൈക്ക് വാല്യൂസ് ചേഞ്ച് ആവുന്നതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തതിന്റെ വാല്യൂസ് അപ്പൊ നമ്മൾ ആദ്യം ഇത് നമ്മൾ ആക്ച്വലി ഇതിനെ ബേസ് ചെയ്താണ് സെലക്ട് ചെയ്ത് സ്ലൈസർ. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സോറി ഓക്കെ, അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മൾ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഈ പ്രൊഡക്റ്റ് കാറ്റഗറി ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ബാക്കിയുള്ള ഫീൽഡ്സ് ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല, ബാക്കിയുള്ള നമ്മുടെ ചാർട്ട്സ് ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല. സോ നമ്മൾ അതിന് ഇതിപ്പോ വ്യൂ നമുക്ക് കുറച്ച് ഇതുകൊണ്ട് എനിക്ക് ഡോക്യുമെന്റിന്റെ ഹോൾ സൈസ് കുറയ്ക്കണം, കുറച്ച് ഇത് കുറച്ചുകൂടെ നമ്മൾ വലുതാക്കാൻ വേണ്ടി നോക്കാം. സോറി, ഓക്കെ ഓക്കെ. സോ നമ്മൾ നമുക്ക് കുറച്ച് ചെറുതാക്കി കൊടുക്കാം, എന്നിട്ട് ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടെ വിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് ചേഞ്ച് ആയി. ഇനി നമ്മൾക്ക് ബാക്കിയുള്ള എല്ലാ ചാർട്ട്സും നമുക്ക് ഇതിനോട് മീൻസ് സ്ലൈസറിനെ ബേസ് ചെയ്ത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ലൈസർ എടുക്കുക, റിപ്പോർട്ട് കണക്ഷൻസ് എടുക്കുക, എന്നിട്ട് എല്ലാ പിവറ്റ് ടേബിൾസും നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ നമുക്ക് സെയിൽസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം നമ്മൾ ഇതാക്കി. അപ്പൊ നമ്മൾ ആഫ്രിക്ക സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സെയിൽസ്, പ്രോഫിറ്റ്, ആവറേജ് ഷിപ്പിംഗ് കോസ്റ്റ്, ക്വാണ്ടിറ്റി, ഓർഡേഴ്സ് കിട്ടി, ടോപ്പ് 10 കസ്റ്റമേഴ്സ് കിട്ടി. നമുക്ക് നോക്കുമ്പോൾ അതായത് കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത്. ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ്സ്. ആക്ച്വലി നമുക്ക് ഈ ചാർട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ വേറൊരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം, ബിക്കോസ് ഇത് വ്യൂ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാർട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, നമുക്കിവിടെ ഇതിന് പകരം നമുക്ക് ഇതൊന്ന് കുറച്ചുകൂടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ,
go for this. Okay, നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇനി നമുക്ക് ഒരു സ്ലൈസറോട് ഇൻസേർട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണത്തിൽ പ്രസ് ചെയ്യുക, ഇൻസേർട്ട് സ്ലൈസർ കൊടുക്കുക. നമ്മൾ റീജിയൻ സെലക്ട് ചെയ്ത് ഇനി പ്രൊഡക്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യാം. സെയിം പ്രൊസീജിയേഴ്സ് ആണ്. സ്ലൈസർ സെലക്ട് ചെയ്തു, സ്ലൈസർ സെലക്ട് ചെയ്തു. നമ്മൾ ഇത് മാത്രം ചേഞ്ച് ആവുന്നത്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക, റിപ്പോർട്ട് കണക്ഷൻസ് കൊടുക്കുക, എല്ലാ പിവറ്റുകളും സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് സൈസ് ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. നിങ്ങൾക്ക് തീമൊക്കെ ചേഞ്ച് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് തീംസ് ചേഞ്ച് ചെയ്യാം. ഞാൻ സപ്പോസ് ഫുൾ ക്ലിയർ ചെയ്തു, ആഫ്രിക്ക സെലക്ട് ചെയ്തു. ആഫ്രിക്കയിൽ ഓട്ടോ അക്സസറീസ് നോക്കുവാണെങ്കിൽ ആഫ്രിക്കയിൽ നമുക്ക് സെയിൽസ് നോക്കുവാണെങ്കിൽ അറൗണ്ട് 1 lakh വരുന്നുണ്ട്. പ്രോഫിറ്റ്, അപ്പൊ നമുക്കിപ്പോൾ പ്രോഫിറ്റ് നമുക്ക് 10,000 ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് നമുക്ക് റെഡ് കളർ വാല്യൂ ഫീൽഡിൽ നമുക്ക് കൊടുക്കാം. മീൻസ് 10,000 ബിലോ ആണെങ്കിൽ റെഡ് കളറും 10 to 20 നമുക്കൊരു സേഫ് സോൺ ആയിട്ട് ഒരു ഓറഞ്ച് കളറും എബവ് 20,000 ഗ്രീൻ കളറും പ്രോഫിറ്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മീൻസ് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു ടോട്ടൽ സെയിൽസ് പ്രൊഡക്റ്റ് കാറ്റഗറി ഇത് ആവശ്യമില്ല. ഇത് ആക്ച്വലി ഇതുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഈ പിവറ്റ് ടേബിൾ നമുക്ക് അൺലിങ്ക് ചെയ്യാം. ഇത് ആവശ്യമില്ല. ഓക്കെ, ഇത് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഒരു സ്ലൈസർ ഓൾറെഡി ഇതാക്കിയത്. ഓക്കെ, സോറി. ഓക്കെ, ഇപ്പൊ ഓക്കെ. നമുക്ക് ഇപ്പൊ ഇതെല്ലാം വർക്ക് ചെയ്യും. ബട്ട് ഇത് വേണ്ട, ഇത് ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ആ സെല്ല് സെലക്ട് ചെയ്യാം, എന്നിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് സെലക്ട് ചെയ്യാം. അപ്പൊ ന്യൂ റൂൾസ് സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് സെൽസ് ബേസ്ഡ് ഓൺ ദർ വാല്യൂസ് സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മള് ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നമ്പർ സെലക്ട് ചെയ്യാം, മാക്സിമം നമ്പർ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ വാല്യൂ 10,000 കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെറ്റ് ചെയ്യാം. അത് കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് വാല്യൂസ് ഫില്ലാകും. ലൈക്ക് നമ്മൾ ഒരു തവണ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ബാക്കിയുള്ളതെല്ലാം
നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫിൽ ആവും. നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനേജ് റൂൾസ് എടുത്തിട്ട് ചേഞ്ച് ചെയ്താൽ മതി. നമുക്ക് ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. നമുക്ക് ഇതല്ല വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും കൂടെ യൂസ് ചെയ്യാം. ലൈക്ക് നമുക്ക് റൂൾസ് ഒന്നും പ്രത്യേകിച്ചില്ല. റൂൾസ് ഒന്നും പ്രത്യേകിച്ചില്ല. അപ്പം നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കാം, ന്യൂ റൂൾ കൊടുക്കാം, ഫോർമാറ്റ് സെൽസ് വാല്യൂസ് ദാറ്റ് കണ്ടെയ്ൻസ് കൊടുക്കാം, ബിറ്റ്വീൻ 0 and 10,000 നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാതെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ റെഡ് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുത്ത് ന്യൂ റൂൾ എടുത്തു, ദാറ്റ് കണ്ടെയ്ൻ സെൽസ് ബിറ്റ്വീൻ 10,000 to ഒരു 20,000 നമുക്ക് എന്താ പറയുക, ഒരു യെല്ലോ ഷെയ്ഡ് കൊടുത്തു നമ്മൾ. പിന്നെ അടുത്തത് നമുക്ക് ഒരു എബവ് കൊടുക്കും. ഗ്രേറ്റർ ദാൻ 20,000 വരുന്നതെല്ലാം നമുക്ക് ഗ്രീൻ കളർ കൊടുക്കുക. ഓക്കെ, പ്രോഫിറ്റ്, സോറി ഞാൻ പ്രോഫിറ്റ് 0 ആണ് കൊടുത്തത്, സോറി. മാനേജ് റൂൾസ് കൊടുത്ത് എഡിറ്റ് റൂൾസ് ബിറ്റ്വീൻ വേണ്ട, ലെസ് ദാൻ കൊടുക്കും, ലെസ് ദാൻ 10,000. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഈ റെഡിന് ഈ ഗ്രീനിന് വിസിബിലിറ്റി കുറവാണ്. നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഓക്കെ. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇനി നമുക്ക് ഇതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി ഫുള്ള് സെലക്ട് ചെയ്യാം. സോ നമുക്ക് ഈ ഗ്രിഡ് ലൈൻസ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ പേജ് ലേഔട്ട് എടുക്കുക. നമ്മൾ വ്യൂ ഗ്രിഡ് ലൈൻസ് ഇപ്പോൾ പോയി നമുക്ക് ഹെഡിങ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആസ് യു വിഷ്. നമുക്ക് തീംസ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശരി, നമുക്ക് വേണേൽ തീംസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമുക്കപ്പോൾ ഇതിൽ നിന്ന് അനലൈസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്ന നോക്കുവാണെങ്കിൽ, ലൈക്ക് ആഫ്രിക്കയിൽ ഓട്ടോ ആൻഡ് ആക്സസറീസ് നോക്കുവാണെങ്കിൽ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാർ പില്ലോയും പിന്നെ ടയറാണ് കുറച്ചുകൂടെ മോസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ്. ലീസ്റ്റ് വരുന്നത് കാർ മാറ്റാണ്. അപ്പം ബൈക്ക് ടയേഴ്സും വരുന്നുണ്ട്, കാർ മാറ്റും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മോസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്ട്സ് കുറച്ചുകൂടെ നമുക്ക് ആ സ്ഥലത്ത് സെയിൽസ് എൻകറേജ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടുത്തെ ടോപ്പ് കസ്റ്റമേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ കസ്റ്റമേഴ്സിന്റെ വ്യൂ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആയിട്ട് സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതെല്ലാം നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ വ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ മന്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സെയിൽസ് ഉള്ള മന്ത് ജൂണാണ്. ജൂൺ മന്തിലാണ്. ആ മാസം നമുക്ക് കൂടുതൽ പ്രൊമോഷൻ ഓഫേഴ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇനി കാനഡ നോക്കുവാണെങ്കിൽ ലൈക്ക് ഇലക്ട്രോണിക്സ് നോക്കാം. ഫാഷൻ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളത് കൺസ്യൂമർ പ്രൊഡക്ട്സിനാണ്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ വാച്ചിനാണ് ഏറ്റവും കൂടുതൽ, ടാക് വാച്ചിനാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂമർ പ്രൊഡക്ട്സിന് സെയിൽസ് വരുന്നത്. ആൻഡ് ഇൻ ദ മന്ത് ഓഫ് മാർച്ച് ആണ് അവിടെ സെയിൽസ് കൂടുതലുള്ളത്. ഹോം ഫർണിഷിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഇൻ ദ മന്ത് ഓഫ് ജാനുവരിയിലാണ് സോഫ കവേഴ്സിനാണ് സെയിൽസ് കൂടുതലുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് അനലൈസിസ് ചെയ്യാം. പക്ഷെ പ്രോഫിറ്റ് വളരെ കുറവാണ് നമുക്ക്. ബട്ട് ഫാഷനിൽ പ്രോഫിറ്റ് കൂടുതലാണ്, ഇലക്ട്രോണിക്സിൽ പ്രോഫിറ്റ് കുറവാണ്, ഓട്ടോയിലും പ്രോഫിറ്റ് കുറവാണ്. സോ ഈ ഒരു കമ്പനിക്ക് കാനഡ അത്ര പ്രോഫിറ്റബിൾ അല്ല. ഓക്കെ, ഇങ്ങനെയാണ് അനലൈസിസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.